എൻ്റെ പേര് ഒരിക്കൽ കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ജയേഷ് എന്നാണ്. സ്ഥലം കുറ്റ്യാടിക്കടുത്ത് പാലേരി സ്വദേശിയാണ്. കുറേ വർഷം ചെന്നൈയിലായിരുന്നു. അവിടുന്ന് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം നാട്ടിൽ ബന്ധങ്ങൾ വളരെ കുറവാണ്. നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും ആവശ്യമുള്ള സാധനം ബന്ധങ്ങളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നാടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ അങ്ങനെ നാട്ടിലെ ആൾക്കാരുമായിട്ടൊന്ന് കൂടുതൽ ഇടപഴകാനും കുറച്ച് ബന്ധങ്ങൾ ഉണ്ടാക്കാനും ഏറ്റവും നല്ലൊരു അവസരമാണ് ഓട്ടോ എന്ന് കേട്ടു. അങ്ങനെയാണ് കുറ്റ്യാടിയിലൊരു ഓട്ടോ എടുത്തിട്ട് ഓടാൻ തുടങ്ങിയത്. അവിടെ നിന്നാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ബിബി സാറിനെ ഞാൻ പരിചയപ്പെടുന്നത്. ബിബി സാറ് നിരന്തരമായിട്ട് എന്നോട് ഈ ബിസിനസിനെ കുറിച്ച് പറയും. ശേഷം ഇങ്ങനെയുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ദിവസം കോഴിക്കോടേക്ക് പോയി. കോഴിക്കോട് നളന്തയിലേക്ക് പോകുന്ന സമയത്ത് ഒരു നമ്മുടെ ബീച്ച് റോഡിലേക്ക് കയറുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ അത്യാവശ്യമായിട്ട് പോകാനുണ്ട്, അതിനെ കൊണ്ട് ഞാൻ വരുന്നില്ല, നിങ്ങൾ വിട്ടോന്ന് പറഞ്ഞു. തുടക്കത്തിൽ ബിബി സാർ ജോയിൻ ചെയ്തിട്ടില്ല. എന്നോടും ബിബി സാറിനോടും പറഞ്ഞ ഒരേ ആള് തന്നെയാണ് ശരത്ത് എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോ അവർ പറഞ്ഞതിന്റെ കെയർ ഓഫിലാണ് ഞങ്ങൾ രണ്ടുപേരും അവിടത്തേക്ക് പോകുന്നത്. അപ്പോ പകുതി വഴിയിലെത്തി ഞാൻ തിരിച്ചു പോകുന്നു. എനിക്കതിനുള്ള സമയമായിട്ടില്ലാന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ തിരിച്ചു വരികയില്ല. അപ്പൊ അങ്ങനെ തിരിച്ചു പോന്നു. പിന്നെ 9 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ബിബി സാറിന്റെ നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പ് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫോളോ അപ്പ്. 9 മാസം മൂപ്പര് എന്നെ ഫോളോ അപ്പ് ചെയ്തു. 8 മാസം കൊണ്ട് ഫോളോ അപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഇതിലില്ല. കാരണം എന്താ, എനിക്ക് സത്യമായിട്ട് പറയാമെന്നല്ല, എനിക്ക് ആ സമയത്ത് ഈ ബിസിനസിനെ കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അറിഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ ഒരു എന്താ പറയാ, ഇതിന്റെ ഒരു വലുപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പാ ഞാൻ ചെയ്യായിരുന്നു. അപ്പൊ ഫോളോ അപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ 9 മാസം ഫോളോ അപ്പ് ചെയ്തു. ഞാൻ ഇതിലേക്ക് വന്നു. ലാസ്റ്റ് അമ്മയാന്ന് പറഞ്ഞത്, ഇനി പിന്നെ അധികാരം വരുത്തിക്കേണ്ട, എനിക്കെന്തെങ്കിലും പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്ക് എന്നുള്ള രീതിയിൽ. നമ്മുടെയൊക്കെ കയ്യിൽ ആ സമയത്തൊന്നും പൈസ ഉണ്ടാവല്ലോ. അങ്ങനെ എൻ്റെ മകളുടെ കഴിച്ചതിന് പണയം വെച്ചിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്ത പ്രൊഡക്റ്റുകളൊക്കെ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു തന്നു. അന്ന് ഞാൻ മൂപ്പരോട് പറഞ്ഞു, നമ്മുടെ ബന്ധം പോയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. പക്ഷെ ഇനി എന്നെ ഇതിന്റെ പേരും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്. അപ്പോ ശരി ചേച്ചി, അപ്പൊ പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ നമുക്ക് ചെയ്യാം, എല്ലാം ഞാൻ ഉണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ കട്ടിന്റെ അടിയിലേക്ക് കൊണ്ടുവച്ചു. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ മൂപ്പര് വീണ്ടും വന്നപ്പോ എന്തായി പ്രൊഡക്റ്റ് ഒക്കെ എന്തായി, എന്തെങ്കിലും ചെയ്തോ, ആർക്കും കൊടുത്തോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ആരും കൊടുത്തിട്ടില്ല, എല്ലാം തന്നെ കട്ടിന്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഏട്ടനും അതേപോലെ തന്നെ തൊട്ടടുവിൽ തന്നെ ദിനേശ് സാർ ഉണ്ടായിരുന്നു. ആ രണ്ടുപേരും വന്ന് വീട്ടിലിരിക്കുന്ന സമയത്താണ് മൂപ്പര് വന്നത്. അങ്ങനെ ഈ പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് അവർക്ക് കാണിച്ചപ്പോ രണ്ടുപേർക്ക് ഓരോ പേസ്റ്റ് കൊടുക്കാൻ പറ്റി. പേസ്റ്റിന്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞ് അവർ ഉപയോഗിച്ചു, നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെയും അവർ വീണ്ടും വാങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഗുണം മനസ്സിലായത്. അതിനുശേഷം ഞാൻ ഉപയോഗിച്ചു. അത്രയ്ക്ക് നെഗറ്റീവ് ആയിരുന്നു ഞാൻ. അങ്ങനെ നെഗറ്റീവ് ഒരുപാട് കാരണമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളും അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നെഗറ്റീവ് ആയിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റികൾ ചെയ്തിട്ട് ഒരുപാട് ആളുകളെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇനിയിപ്പോ ഞാൻ ഇത് ആരെങ്കിലും വിളിച്ച് കൊണ്ടുവന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാവിലെ ഉറക്കു തെളിയുമ്പോ ഇവരെയാണല്ലോ ഭഗവാനെ കാണേണ്ട വരിക, ഇങ്ങനെയുള്ള ഒരു ചിന്തയൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ടെന്നൊന്നും അന്ന് അറിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എന്റെ ഇടവൽക്കാരനായിട്ടുള്ള ദിനേശ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഇതിലേക്ക് ജോയിൻ ചെയ്യിച്ചു. അപ്പൊ തൊട്ടപ്പുറത്ത് ഒരു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി വന്നു. അങ്ങനെ രണ്ടുപേര് വന്നപ്പോ എന്റെ അക്കൗണ്ടിലേക്ക് ഒരു 1350 രൂപ കയറി. അതാണ് എന്റെ ടേണിംഗ് പോയിന്റ്. അങ്ങനെ വന്നു 1350 രൂപ എന്റെ അക്കൗണ്ടിൽ കയറിയപ്പോ എനിക്ക് കൂടുതൽ ഇതിനെ കുറിച്ചൊന്ന് പഠിക്കണം എന്നൊക്കെ തോന്നി. ഇതെന്താണ് സംഭവം എന്ന് അറിയുന്നില്ല, എങ്ങനെയാണ് ഈ വരുമാനം വന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോ ഇതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നന്നായി യൂട്യൂബും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്തു. അപ്പോ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് വല്ലാത്തൊരു തിരിച്ചറിവുണ്ടായ കാര്യം എന്ന് പറഞ്ഞാല്, ആ പൈസ വാങ്ങി ആ പ്രൊഡക്റ്റുകൾ എന്റെ കയ്യിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ബിബീഷ് എന്ന് പറഞ്ഞ വ്യക്തി എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ, എന്നെ മീറ്റിങ്ങുകളോ ട്രെയിനിങ്ങുകളോ പ്രോഗ്രാമുകളോ പങ്കെടുപ്പിച്ചിട്ടില്ലെങ്കിൽ ഇന്നും ഞാൻ അയാളെ ശപിച്ചുകൊണ്ടിരിക്കുന്ന ദിവസമായിരിക്കും. ഇന്ന് ഞാൻ അയാളെ 100% ഉറപ്പാണ് എന്റെ പൈസ നഷ്ടപ്പെടുത്തി എന്നുള്ള രീതിയിൽ. എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാ സമയത്തും ഞാൻ അയാളെ ശപിക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷെ ഇന്ന് ഞാൻ അയാളെ കാണുന്നത് ദൈവതുല്യനായിട്ടാണ്. കാരണം എന്താ, എന്നെ മീറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ പിടിച്ചു കൊണ്ടുപോകും.
അപ്പൊ അങ്ങനെ കൊണ്ടുപോയപ്പോ എനിക്ക് മനസ്സിലായി ഈ ബിസിനസ് ഒരു അസാധ്യ ബിസിനസ് ആണെന്നും, ലോകത്ത് ഇങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ ഇത് മാത്രമേ, മൈ ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും, ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണെന്നും, ഇതുപോലെയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഇന്ന് അയാളെ കാണുന്നത് ദൈവതുല്യനായിട്ടാണ്. അപ്പൊ നമ്മൾ ഒരാളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതല്ല പ്രധാനം, കൊണ്ടുവരുന്ന ആളെ നമുക്ക് എവിടെ നിന്നാണോ ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലായിട്ടുള്ളത് ആ മനസ്സിലായ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ, എന്നെ സംബന്ധിച്ചത് എനിക്ക് മനസ്സിലായത് മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ വന്ന ആളുകൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ അവരെ മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും പങ്കെടുപ്പിക്കണം. അപ്പൊ ആ പങ്കെടുപ്പിച്ചത് കൊണ്ട് ഇന്ന് ഞാൻ വിബി സാറിനെ ദൈവതുല്യനായിട്ട് കാണുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളെ കൂടെ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവരൊക്കെ ഈ ബിസിനസ്സിൽ നിലനിൽക്കണമെങ്കിൽ, അവർക്ക് ഈ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ 100% ഉറപ്പാണ് അവരെ മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും പങ്കെടുപ്പിക്കണം. അപ്പൊ അങ്ങനെ പങ്കെടുപ്പിച്ചൊരു ഭാഗമായി പിന്നെ ഇനി കൊണ്ടുവരുമ്പോ ഒരു കാര്യം എന്നോട് പറഞ്ഞു, ജയേഷേ, എന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ഇതായിരുന്നു. എന്നോട് പറഞ്ഞു, ജയേഷ്, നീ ഇതിലേക്ക് വന്നതിന് ശേഷം നിന്റെ കൂടെ എത്ര ആളുകൾ വന്നാലും പ്രശ്നമല്ല, അവര് ചെയ്യുന്നതിന്റെ 12% നിന്റെ അക്കൗണ്ടിലേക്കും കയറും. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ആലോചിച്ച് നോക്കുമ്പോ അതൊരിക്കലും നടക്കാത്ത കാര്യം. അതായത് എന്റെ കൂടെ വന്ന ആളുകൾ, ഞാൻ കണക്കൂട്ടി നോക്കി, 10 ആളുകൾ 10,000 രൂപയുടെ പർച്ചേസ് ചെയ്താൽ അതിന്റെ 12%, 10,000 ബിസിനസ് വോളിയം പർച്ചേസ് ചെയ്താൽ അതിന്റെ 12% എന്റെ അക്കൗണ്ടിലേക്ക് കയറുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിച്ചു, 100 കണക്കിന് ആളുകൾ പോട്ടെ, ഒരു 10 ആളുകൾ എന്റെ കൂടെ ജോയിൻ ചെയ്തു. 11ാമത്തെ ഒരാൾ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവര് ഒരു 10,000 ബിസിനസ് വോളിയത്തിന്റെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് 1,200 വെച്ച് കൊടുത്താൽ കമ്പനി 12,000 രൂപ 10 ആളുകൾ കൊടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കാലം മുന്നോട്ട് പോയി കമ്പനി? ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മാസം, അതിൽ കൂടുതൽ പോകല. ഇങ്ങനെയൊക്കെയാണ് എന്റെ ചിന്ത. അപ്പോ അതെങ്ങനെയാണെന്ന് മനസ്സിലായപ്പോഴാണ്, ആ കണക്ക് എനിക്ക് മനസ്സിലായപ്പോഴാണ്, അങ്ങനെ ഇതേ സാധനം ഇത് ജോയിൻ ചെയ്തതിന് ശേഷം ശ്രീധരൻ സാർ എന്ന് പറഞ്ഞ വ്യക്തി, നമ്മുടെ കമ്പനിയുടെ ITC ലീഡർ ആയിട്ടുള്ള ശ്രീധരൻ സാറോട് ഞാൻ ഈ ഒരു കംപ്ലൈന്റ് പറഞ്ഞു. സാറേ, എനിക്കിത് മനസ്സിലായിട്ടില്ല, സംശയങ്ങളുണ്ടോ എന്ന് ചോദിക്കും ശ്രീധരൻ സാർ എപ്പോഴും. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കൊരു സംശയമുണ്ട് സാറേ, ഇത് എങ്ങനെയാണ് ഈ പൈസ ഓരോരുത്തർക്കും വീതിച്ചു കൊടുക്കുന്നത്? അപ്പൊ കൊടുക്കുന്ന ആ കണക്ക് എന്നോട് പറഞ്ഞു തന്നപ്പോഴാണ് ശരിക്കും എന്റെ ഉറക്കം നഷ്ടപ്പെട്ടത്. അങ്ങനെ ആ കണക്ക് മനസ്സിലായ ആളുകൾ, നമ്മളില്ലെങ്കിൽ നമ്മുടെ ഇൻകം പ്ലാൻ മനസ്സിലായ ആളുകൾ, അല്ലെങ്കിൽ ഈ ബിസിനസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രൊഡക്റ്റിനെ പറ്റിയല്ല, നമ്മുടെ ഈ ബിസിനസിന്റെ ഇൻകം പ്ലാനാണ്. പ്രൊഡക്റ്റ് ഓക്കെയാ, പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല, പ്രൊഡക്റ്റ് 100% ഓക്കെയാണ്. പക്ഷെ ഇൻകം പ്ലാൻ നമ്മൾ പഠിക്കണം, ബിസിനസ് പ്ലാൻ നമ്മൾ പഠിക്കണം. ആ പ്ലാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഉറക്കം നഷ്ടപ്പെടും. അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു സംഭവം. അപ്പൊ ഞാൻ ഈ ബിസിനസ് വന്ന സമയത്ത് ബിബി സാർ TC ആണ് ഞാൻ വന്ന സമയം. അങ്ങനെ ഇന്ന് ഞാനും ബിബി സാറും ഒരു ദിവസം എന്റെ ഒരു ആഗ്രഹം, എന്റെ ഒരു സ്വപ്ന, ഒരു ദിവസമെങ്കിലും ഞാൻ അവരുടെ കൂടെ സ്റ്റേജ് പങ്കിടണം, അതെ, ഒരേ റാങ്കിൽ. അങ്ങനെ ഇന്ന് STC റാങ്കിൽ ഞാനും ബിബി സാറും ഒരേ റാങ്കിലാണ് എന്നുള്ളത്. അപ്പൊ ഇതുപോലെ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാവണം. അപ്പൊ ഞാൻ 210 അല്ലെങ്കിൽ ഒരാൾക്ക് വരുമാനം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി 2,10,000 വാങ്ങുമ്പോൾ അത് എങ്ങനെയാണ് നമുക്കിങ്ങനെ കിട്ടുന്നത്, എത്ര ആളുകൾക്ക് കൊടുക്കൂ എന്നുള്ളത് ഞാൻ സ്ക്രീനൊന്ന് ഷെയർ ചെയ്യാം. എന്റെ ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയ ഡൗട്ട് ഇത് തന്നെയായിരുന്നു. എങ്ങനെയാണ് ഒരാള് 2,10,000 വാങ്ങുമ്പോൾ ഇത്ര ആളുകൾക്ക് വരുമാനം കൊടുക്കുന്നത്? എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു? അപ്പൊ നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ഒരു വ്യക്തി 2,10,000 രൂപ വാങ്ങുമ്പോ നമുക്കറിയാം 17,50,000 ഓർഗ് 1-ലും 17,80,000 ബിസിനസ് വോളിയം ഓർഗ് 2-ലും നടന്നാലേ നമുക്ക് ഈ വരുമാനം കിട്ടും. അപ്പൊ ഇത് 17,50,000 നടക്കുമ്പോ 23,35,000 രൂപയുടെ പർച്ചേസ്, ക്യാഷിന്റെ പർച്ചേസ്, ബിസിനസ് വോളിയം 17 ലക്ഷം വരണമെങ്കിൽ 23,35,000 ബിസിനസ് വോളിയം ക്യാഷ് 2 ഭാഗത്തും വരണം, അല്ലെ? അപ്പൊ ഈ 2 ഭാഗത്തും 23,35,000 വരുമ്പോ ടോട്ടൽ കച്ചവടം എന്ന് പറയുന്നത് 46,70,000 രൂപയുടെ കച്ചവടം എന്ത് ചെയ്യണം? കമ്പനിയിൽ നടക്കണം. അപ്പോഴാണ് ഈ 2,10,000 ഒരു വ്യക്തിക്ക് വാങ്ങാൻ പറ്റുക. അപ്പൊ നമ്മുടെ ഇൻകം പ്ലാൻ അനുസരിച്ച് നമുക്കറിയാം, ഒരു വ്യക്തി 2,10,000 രൂപ വാങ്ങുമ്പോൾ രണ്ടാമത്തെ വ്യക്തിക്ക്, അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് താഴെയുള്ള 2 ആളുകൾക്ക്, ഓരോ ഓർഗ് 1-ൽ ഒരാൾക്കും ഓർഗ് 2-ൽ ഒരാൾക്കും 1,05,000 വെച്ച് 2 ആളുകൾ കൊടുക്കും.
അപ്പോഴും ഇവിടെ ടോട്ടൽ കണക്ക് നോക്കിയാൽ 2,14,000 ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ രണ്ടാളുകൾക്ക് അല്ലെങ്കിൽ മൊത്തം 4 ആളുകൾക്ക് 52,500 രൂപ വെച്ചിട്ട് 4 ആളുകൾക്ക് കൊടുക്കണം. അപ്പോഴും ഇവിടെ 2,10,000 ടോട്ടൽ കണക്ക് വരും. നാലാമത്തെ സ്റ്റെപ്പിലുള്ള ആളുകൾക്ക് 26,250 രൂപ വെച്ച് 4 ആളുകൾക്ക് ഓർഗ് 1-ലും 4 ആളുകൾക്ക് ഓർഗ് 2-ലും, അതായത് 8 ആളുകൾക്ക് 26,250 രൂപ വെച്ച് കൊടുക്കും. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് നോക്കുമ്പോൾ 8 ആളുകൾ, അതായത് 8 തൊട്ട് 16 ആളുകൾക്ക് 13,125 രൂപ വെച്ചിട്ട് 16 ആളുകൾക്ക് കമ്പനി കൊടുക്കും. 8 ആളുകൾക്ക് ബ്രാഞ്ച് 1-ലും 8 ആളുകൾ ബ്രാഞ്ച് 2-ലുള്ള ആളുകൾക്ക്. അവിടെ ടോട്ടൽ നമ്മൾ കണക്ക് നോക്കുമ്പോൾ 2,10,000 രൂപ തന്നെയാണ്. ഇങ്ങനെ ആറാമത്തെ സ്റ്റെപ്പില് 16 ആളുകൾക്ക് ഓർഗ് 1-ലും അല്ലെങ്കിൽ ബ്രാഞ്ച് 1-ലും 16 ആളുകൾക്ക് ബ്രാഞ്ച് 2-ലും 6,562 രൂപ വെച്ചിട്ട് മൊത്തം 32 ആളുകൾക്ക് കൊടുക്കും. അങ്ങനെ 2,10,000 അവിടെയും കൊടുക്കുന്നുണ്ട്. ഏഴാമത്തെ സ്റ്റെപ്പിലും കൊടുക്കുന്നുണ്ട് 2,10,000. അതായത് 32 ആളുകൾക്ക് 3,281 വെച്ച് ബ്രാഞ്ച് 1-ലും ബ്രാഞ്ച് 2-ലും കൊടുക്കുന്നു. അപ്പോ 64 ആളുകള് ടോട്ടൽ 2,10,000. ഇനി എട്ടാമത്തെ സ്റ്റെപ്പില് ഇതേപോലെ തന്നെ 64 ആളുകൾക്ക് ബ്രാഞ്ച് 1-ലും 1,640 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. 64 ആളുകൾക്ക് ബ്രാഞ്ച് 2-ലും കൊടുക്കുന്നുണ്ട് ഇതേ പൈസ 1,640 രൂപ വെച്ച്. നമ്മൾ ടോട്ടൽ നോക്കുമ്പോൾ 128 ആളുകൾക്ക് 2,10,000 രൂപ ഒരു വ്യക്തി 2,10,000 വാങ്ങുമ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോ നെക്സ്റ്റ് 9ാമത്തെ സ്റ്റെപ്പ് 128 ആളുകൾക്ക് 820 രൂപ വെച്ച് ബ്രാഞ്ച് 1-ലും ബ്രാഞ്ച് 2-ലും. അപ്പൊ മൊത്തം 256 ആളുകൾക്ക് 2,10,000 രൂപ അല്ലെ? ടോട്ടൽ കണക്കൂട്ടിയ 2,10,000 ആണ്. അതേപോലെ തന്നെ 10ാമത്തെ സ്റ്റെപ്പ് 256 ആളുകൾക്ക് 410 രൂപ വെച്ചിട്ട് ബ്രാഞ്ച് 1-ലും 256 ആളുകൾക്ക് 410 രൂപ വെച്ച് ബ്രാഞ്ച് 2-ലും നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും ടോട്ടൽ കണക്കൂട്ടി നോക്കിയാൽ 2,10,000 ആണ്. അങ്ങനെ 10 സ്റ്റെപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനി നമുക്ക് വരുമാനം തരുന്നുണ്ട്. അപ്പം ബ്രാഞ്ച് 1-ല് 511 ആളുകളും ബ്രാഞ്ച് 2-ലും 511 ആളുകൾക്ക് കമ്പനി വരുമാനം കൊടുക്കുന്നു. അപ്പൊ ടോട്ടൽ 21 ലക്ഷം രൂപ കച്ചവടം നടക്കുന്നു. 21 ലക്ഷം രൂപ നമുക്ക് എന്താ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കമ്പനി നമ്മുടെ ഓരോരുത്തരുടെയും അക്കൗണ്ടുകളിലേക്ക് തരുന്നുണ്ട്. അപ്പൊ എത്ര ആളുകളുടെ അക്കൗണ്ടിലേക്കാ തരുന്നതെന്ന് വെച്ചാൽ 511 പ്ലസ് ഒരാള് സ്റ്റാർട്ടിങ് 2,10,000 വാങ്ങുന്നുണ്ട്. അങ്ങനെ 1,023 ആളുകൾക്ക് കമ്പനി ഒരു വ്യക്തി 2,10,000 രൂപ വാങ്ങുമ്പോ 1,022 ആളുകൾക്ക്, അവരെ കൂടാതെ 1,022 ആളുകൾക്കും ഇവിടെ വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോ അങ്ങനെ 1,023 ആളുകൾക്ക് ടോട്ടൽ വരുമാനം കൊടുക്കുന്നു. അങ്ങനെ കമ്പനിയുടെ ടോട്ടൽ സെയിൽ നടന്നിട്ടുള്ളത് 46,70,000 രൂപയാണ്. കമ്പനിയുടെ ടോട്ടൽ കച്ചവടം എന്ന് പറയുന്നത് ഒരു വ്യക്തി 2,10,000 വാങ്ങുമ്പോൾ ടോട്ടൽ കച്ചവടം എന്ന് പറയുന്നത് 46,70,000 രൂപയാണ്. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായിട്ട് കമ്പനി കൊടുത്തിരിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് പേ ഔട്ട് ചെയ്തിട്ടുള്ളത് 21 ലക്ഷം രൂപയാണ് അല്ലെ? 21 ലക്ഷം രൂപ കമ്പനി എന്ത് ചെയ്യും? റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നു. അപ്പൊ കമ്പനിയുടെ യഥാർത്ഥ ടേൺ ഓവർ എന്ന് പറയുന്നത് 25,70,000 രൂപയാണ്. അപ്പൊ നമുക്കറിയാം ഈ ബിസിനസ്സിലൂടെ ഇതുപോലെ ഞാൻ ഇതിലെ വന്നപ്പോ ഞാൻ വിചാരിച്ചത് കമ്പനി ഒരു പൊട്ട കമ്പനിയാണ്, ഇത് അധിക കാലം നീണ്ടു നിൽക്കലാന്ന് വിചാരിച്ച കമ്പനി. ഇപ്പോ ഞാൻ ഈ വരുമാനത്തെ കുറിച്ച് കണ്ടപ്പോ ഇതെനിക്ക് മനസ്സിലായപ്പോ 100% കമ്പനി പെർഫെക്റ്റ് ആണ്. ഇതിലൂടെ ഇതുപോലെ വരുമാനങ്ങൾ വാങ്ങാൻ പറ്റും, ഇതുപോലെ കമ്പനിക്ക് വലിയ ലാഭം ഉണ്ടാക്കിക്കൊണ്ടാണ് അല്ലെ? നമുക്കറിയാം 30% മുതൽ 40% വരെയാണ് ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഒരു കമ്പനിക്ക് കിട്ടുന്ന വരുമാനം എങ്കിൽ ഇവിടെ പകുതിയിൽ കൂടുതൽ ഒരു 60% എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ കമ്പനി മോശം കമ്പനിയാണോ? നമ്മൾ ഈ കണക്കുകൾ ഇനിയിപ്പോ അടുത്ത സംശയം നമുക്ക് ഉണ്ടാവാം, ഇത് ആർക്കൊക്കെ കൊടുക്കും, എങ്ങനെയായി വരുമാനം കിട്ടുക,
ഇത് മാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടൂ. അപ്പൊ മാച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഒരു 10 ആളുകളുടെ താഴെയാണ് ഒരാൾ വന്നതെങ്കിൽ, അയാളുടെ പവറിലാണ് വന്നതെങ്കിൽ ഒരാൾക്ക് പോലും വരുമാനം കിട്ടുകയില്ലല്ലോ. ഈ കണക്കുകളൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക, വട്ടം വരച്ച് പഠിക്കണം. ഓരോരുത്തരും അത് കൃത്യമായി വട്ടം വരച്ച് പഠിച്ചു കഴിഞ്ഞാല് നമുക്കിത് കൃത്യമായി മനസ്സിലാകുകയും ഇത് ഏതൊരാളുടെക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും. പക്ഷെ നമ്മളൊന്നും പഠിക്കാൻ തയ്യാറാകുന്നില്ല. നമ്മൾ കണ്ണടച്ച് നമ്മളെ ലീഡേഴ്സിനെ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. നമ്മളെ ലീഡേഴ്സ് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അതിന് റോങ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യനുകൾ അങ്ങോട്ട് ചോദിച്ചിട്ട് അവരെ കൂടെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ മാറുന്നത്. എന്നെ ഈ ബിസിനസ്സിൽ ഞാനിപ്പോ STC ആവുന്ന സമയത്ത് ലാസ്റ്റ് എനിക്കൊരു 1.5 ലക്ഷം ബിസിനസ് വോളിയത്തിന്റെ കുറവായിരുന്നു. ഒരു 4 ദിവസം കൊണ്ട് എനിക്ക് വേണ്ടത്. അപ്പോ എന്നോട് ലീഡേഴ്സ് പറയും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കാണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ലായിരുന്നു. ആ ലീഡേഴ്സ് എന്താണോ പറഞ്ഞത് അത് കൃത്യമായി അവര് പറയുന്നത് കണ്ണടച്ച് ഞാൻ വിശ്വസിച്ചപ്പോ എനിക്ക് 4 ദിവസം കൊണ്ട്, ഞാൻ ശരിക്കും ഒരു മാസം 2 മാസം കഴിഞ്ഞാൽ 1.5 ലക്ഷം കയറുന്നത് 4 ദിവസം കൊണ്ട് എനിക്ക് 1.5 ലക്ഷത്തിന്റെ മേലെ ബിസിനസ് വോളിയം കാറ്റാൻ എനിക്ക് സാധിച്ചു. അപ്പൊ അതിലെവിടെയാ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ലീഡേഴ്സിനെ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്റെ ഈ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലീഡേഴ്സ് എന്താണോ പറയുന്നത് അവര് പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുക. അവര് പറയുന്നത് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെ വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഉറപ്പാണ്. തുടക്കത്തിലൊക്കെ എനിക്കിത് ചെയ്യുമ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു. ഒരാളെ കിട്ടാത്ത പ്രയാസം. ഇന്ന് 1000-ൽ കൂടുതൽ ആളുകളുടെ ഒരു ടീമായി മാറാൻ പറ്റി. ഇനി നമുക്കറിയാം, ഞാൻ ചെന്നൈയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു 15,000 രൂപയാണ് സാലറി എങ്കിൽ ചെന്നൈയിൽ ഞാനൊരു സ്വന്തമായിട്ടൊരു കടയെടുത്തു. ആ കടയിൽ ഒരു 8 ആളുകളെ ഞാൻ അവിടെ ജോലിക്ക് വെച്ചു. ആ ജോലിക്ക് വെച്ച സമയത്ത് എന്റെ കയ്യിലേക്ക് വരുന്ന വരുമാനം എന്ന് പറയുന്നത് 1.25 ലക്ഷത്തിന്റെയും 1.25 ലക്ഷത്തിന്റെ ഇടയിലാണ് എന്റെ ഓരോ മാസവും എനിക്ക് കിട്ടിയ വരുമാനം. അപ്പൊ ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ ആളുകളെ വെച്ച് ജോലി ചെയ്യിക്കുകയാണെങ്കിൽ, ഒന്നിൽ കൂടുതൽ ആളുകളെ വെച്ച് ജോലി ചെയ്യിക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ സക്സസ് ആയതെന്നും, അപ്പോ ഒന്നിൽ കൂടുതൽ ആളുകളെ വെച്ച് ജോലി ചെയ്താൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു. ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ ജീവിതത്തിൽ സക്സസ് ആവില്ല എന്നുള്ള 100% വിശ്വാസവും ഉറപ്പും എനിക്കുണ്ടായിരുന്നു, അനുഭവം എനിക്കുണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ ഇവിടെയും ഒറ്റയ്ക്കല്ല. ഞാൻ പറഞ്ഞു, എന്റെ കൂടെ ഇപ്പോ നമ്മുടെ എല്ലാവർക്കും ഒരേപോലെ വീതിച്ചു കിട്ടുന്ന സാധനമാണ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ 24 മണിക്കൂറേ ഉള്ളൂ. ആ 24 മണിക്കൂറിന്റെ അകത്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് ഒരു 8 മണിക്കൂറോ 10 മണിക്കൂറോ ആയിരിക്കാം. അപ്പൊ ഞാൻ ആദ്യം ചെയ്തത് 8 മണിക്കൂറോ 10 മണിക്കൂറോ ജോലി ചെയ്തു. അപ്പൊ എനിക്കൊരു 15,000 രൂപ കിട്ടി. അങ്ങനെ 15,000 20,000 കൊടുക്കുന്ന ഞാനൊരു 5-8 ആളുകളെ വെച്ച് ജോലി ചെയ്യിച്ചപ്പോ എന്റെ അക്കൗണ്ടുകളിലേക്ക് ലക്ഷങ്ങൾ വന്നു. അപ്പൊ ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്റെ കൂടെ ഇപ്പൊ 1000-ൽ കൂടുതൽ ആളുകളുണ്ട്. 1000-ൽ കൂടുതലുള്ള ആളുകളിൽ പിന്നെ ഒരു 100 ആളുകൾ ഈ ബിസിനസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ ഓപ്പർച്യൂണിറ്റി 100 ആളുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നു, 900 ആളുകൾ ഈ ബിസിനസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ 100 ആളുകൾ ഒരു ദിവസം 1 മണിക്കൂർ ജോലി ചെയ്താല്, 100 ആളുകളും ഒരു ദിവസം 1 മണിക്കൂർ ജോലി ചെയ്താല് എന്റെ വർക്കിംഗ് അവർ 100 മണിക്കൂറാണ് അല്ലേ? നമ്മളിപ്പോ ഓരോരുത്തരും ചെയ്യുന്നത്, ഞാനിപ്പം ചെയ്യുന്നത് ഒരിക്കലും എന്റെ ലീഡർക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ കൂടെ വന്ന ആളുകളും ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, അവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ കമ്പനിയുടെ ആ ഒരു എന്താ പറയാ സിസ്റ്റം നമുക്ക് കൂടെ ഉള്ളത് കൊണ്ട് അവര് ചെയ്യുന്നതും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്ന സമയത്ത് അവരുടെ വർക്കിംഗ് അവർ നമ്മുടെ വർക്കിംഗ് അവർ ആക്കി മാറ്റാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഞാനിപ്പോ ആദ്യം 8 ആളുകൾ വെച്ച് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ അവരുടെ സാലറി ഞാൻ നോക്കണം, അവർക്ക് റൂം ഞാൻ കൊടുക്കണം, ഭക്ഷണം ഞാൻ കൊടുക്കണം, അവർക്ക് കുളിക്കാനുള്ള സോപ്പും പേസ്റ്റും ഞാൻ കൊടുക്കണം. ഒക്കെ ഞാൻ കൊടുത്തിട്ടാണ് അവരവിടെ നിലനിർത്തിയെങ്കിൽ ഇവരിവിടെ കൃത്യമായിട്ട് വരുന്നുണ്ടോ, കൃത്യമായി പോകുന്നുണ്ടോ, ഇവിടെ എന്താണ് ചെയ്യുന്നത്, അവർക്ക് കൃത്യമായി വരുമാനം കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ ഒന്നിനും ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കൃത്യമായിട്ട് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കമ്പനി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ വിശ്വാസം, നമ്മളിപ്പോ ഒരാളുടെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു 5,000 10,000 20,000 നമുക്ക് വാങ്ങി അയാളുടെ എങ്ങനെയെങ്കിലും ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ എനിക്കൊരു 450 രൂപ കിട്ടും, അല്ലെങ്കിൽ 900 രൂപ കിട്ടും, അല്ലെങ്കിൽ 1350 രൂപ കിട്ടും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ബിസിനസ്സിനെ കാണുന്നതെങ്കിൽ ഇത് അധിക കാലം മുന്നോട്ട് പോകില്ല. അതല്ല, ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നു, എനിക്ക് 100% വിശ്വാസമാണ്, ഉറപ്പാണ്, ഞാൻ ഈ ബിസിനസ്സിലൂടെ വിജയിക്കും, ഞാൻ ഈ ബിസിനസ്സിലൂടെ സക്സസ് ആവും. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഓരോ ആളുകളെയും എനിക്ക് ഈ ബിസിനസ്സിലൂടെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഒരാളെ കൊണ്ടുവരുമ്പോൾ അയാളെ ഞാൻ രക്ഷപ്പെടുത്താനാണ് കൊണ്ടുവരുന്നത്, അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനാണ് ഞാൻ ഇതിൽ കൊണ്ടുവരുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇത് ഒരാളുടെ അടുത്ത് ഈ ഒരു
നമ്മുടെ ഈ ബിസിനസ്സുമായിട്ട് പോകുന്നതെങ്കിൽ 100% അവിടെ നമുക്ക് ആ സെയിൽ ക്ലോസ് ചെയ്യാനും അവരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനും പറ്റും. കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിർബന്ധമാണ് അവരെ GTS പോലെയുള്ള പ്രോഗ്രാമുകൾ, ഹോം മീറ്റിങ്ങുകൾ നിർബന്ധമായിട്ട് നടത്തണം. ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് അവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അവരെ വീട്ടിൽ കൊണ്ടുപോയി പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവരോട് ഒരു ഡയറിയും അവരുടെ ഫോണും എടുത്ത് വരാൻ പറയാ. ഒരു 100 ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറയാ. ഒരിക്കലും നമ്മുടെ പോകുന്ന സമയത്ത് 100 ആളുകളുടെ ലിസ്റ്റ് അവരുണ്ടാക്കാൻ സാധിക്കില്ല. എന്നാലും ഒരു 10-20 ആളുകളുടെ പേര് എഴുതി വെക്കുമ്പോൾ അവരോട് പറയാ, ബാക്കി ഇങ്ങനെ 100 ആളുകളുടെ ലിസ്റ്റ് ഞാൻ നാളെ വരാം, 100 ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾ എഴുതി വെക്കണം. ഇതുപോലെയാണ് എഴുതേണ്ടത്. അതായത് പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ അവിടെ പോകുന്നു. ഒരു 100 ആളുകളുടെ ലിസ്റ്റ് അവര് ചിലപ്പോ ഒരു 50, 60, 70 ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു 10 ആളുകളെ നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് വിളിപ്പിക്കുന്നു, അപ്പോയിന്റ്മെന്റ് വാങ്ങുന്നു. ആ ആളുകളെടുത്ത് നമ്മൾ പ്ലാൻ പറയാൻ പോകുന്നു. ഒരിക്കലും അവരോട് സ്വന്തം പറയരുത്, നിങ്ങൾ ഈ ഒരു അപ്പോയിന്റ്മെന്റ് മാത്രം വാങ്ങിയാൽ മതി, അപ്പോൾ എവിടെയാ ഉള്ളത്, നിങ്ങളൊന്ന് നേരിട്ട് കാണാനല്ലോ, എപ്പോഴാ സമയം കിട്ടുക, ഈ കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. അതിനുശേഷം ഉള്ളത് ലീഡേഴ്സ് പോയി പറയുന്നുള്ള കാര്യം കൃത്യമായി അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ഈ പ്ലാന് പറയാ. കൃത്യമായി പറഞ്ഞു കൊടുത്താൽ അവര് കൂടെ വന്ന ആളുകള് നിർബന്ധമായിട്ട് ഒരു കോൺഫിഡൻസ്, ഒരു വിശ്വാസം കൊടുത്താൽ മാത്രമേ. ഞാൻ എന്റെ ലീഡറെയും കൂട്ടി ഒരു വീട്ടിലേക്ക് പ്ലാൻ പറയാൻ പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്ന സമയത്ത് ഞാൻ അവിടെ വന്നിരിക്കുന്ന ലീഡർ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവരെ കയ്യിൽ നിന്ന് നമുക്ക് പൈസ വാങ്ങണമെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ കൊടുക്കേണ്ട കോൺഫിഡൻസ് എന്റേതാ, എന്റെ ഉത്തരവാദിത്തം, അത് ഞാനാണ് കൊടുക്കേണ്ടത്. കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ പൈസ തരണമെങ്കിൽ ഞാൻ തന്നെ പറയണം. അപ്പൊ ആ ഒരു സമയം അവർക്ക് മാറ്റി വെച്ചു കൊടുക്കുക. അതിന്റെ ഇടയിൽ കാര്യം സംസാരിക്കാതെ അവർക്ക് മാറ്റി വെച്ചു കൊടുത്താൽ സെയിൽ ഉറപ്പാണ് ക്ലോസ് ആവും. അതിപ്പോ ഒരു 75% സെയിലും ക്ലോസ് ചെയ്യാൻ നമുക്ക് ആ രീതിയിൽ പോയാൽ കഴിയും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാനത് ഏറ്റെടുത്തു. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇപ്പൊ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഈ ബിസിനസ് വന്ന് നമ്മൾ പഠിക്കണം. ഇത് എന്താണെന്നും ഇൻകം പ്ലാൻ എന്താണെന്നും ഇതിലൂടെ വരുമാനം എങ്ങനെയാണ് കിട്ടുന്നതെന്നും എന്റെ കൂടെ വന്ന ആളുകൾക്ക് ഞാൻ എങ്ങനെയാണ് വരുമാനം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതും ഇതൊക്കെ നമ്മൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ കൂടെ വന്ന ഓരോരുത്തർക്കും നമുക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഈ ബിസിനസ്സിൽ വന്നു കൃത്യമായിട്ട് വിശ്വാസം ഉണ്ടാക്കിയെടുത്ത്. അപ്പോ ഒരു RR എന്ന് പറഞ്ഞ ഒരു സൂപ്പർ പ്രോഗ്രാം ഉണ്ട്. എങ്ങനെ റീറ്റെയിൽ ചെയ്യാം, RRR 3 ആറുകളാണ്. എങ്ങനെ റീറ്റെയിൽ ചെയ്യാം, നിങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ റീറ്റെയിൽ ചെയ്യാം, ആ റീറ്റെയിലൂടെ എങ്ങനെ റിക്രൂട്ട്മെന്റ് ചെയ്യാം, ആ റിക്രൂട്ട്മെന്റ് ചെയ്ത ആളുകളെ എങ്ങനെ റീറ്റെയിൻ ചെയ്യാം, എങ്ങനെ നിലനിർത്താം, ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു സൂപ്പർ ശൈലേഷ് സാർ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾക്ക്. അവിടെ അസാധ്യ ഒരു പ്രോഗ്രാമാണ്. ഒരുപാട് ആളുകളിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് RRR എന്ന് പറയുന്നത്. അപ്പോ ഒരു പ്രാവശ്യം ഞാൻ അവിടെ പ്രോഗ്രാമിൽ കഴിഞ്ഞ ഒരു മാസം മുന്നെയാണ് ഒരു പ്രോഗ്രാം നടന്നത്. നമ്മളെ ഗ്രേറ്റ് NTC ലീഡർ ശ്രീധർ അനിൽകുമാർ സാറിന്റെ കെയർ ഓഫില്. അപ്പൊ അവിടെ എനിക്ക് 3 ആളുകളെ മാത്രമേ പങ്കെടുപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്താന്ന് വെച്ചാല് സാറ് തുടക്കം മുതൽ പറയും, എത്രയും പെട്ടെന്ന് ആളുകളുടെ പൈസ വാങ്ങി തരണേ എന്ന് പറയും. അപ്പോ ഞാൻ ആലോചിക്കുന്നത് എന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്റെ ടീമിന്റെ കയ്യിൽ ആരുടെ അടുത്തും പൈസയില്ല. അതുകൊണ്ട് അവരോടൊക്കെ ചോദിച്ചാൽ കിട്ടുമോ, അവര് തരുവോ പൈസ? അതുകൊണ്ട് എനിക്ക് ഡൗട്ടായി, ഞാൻ ചോദിക്കുന്നില്ല. അങ്ങനെ നിർബന്ധ പ്രകാരം ഞാൻ ചെയ്തു. 3 ആളുകളെ ഞാൻ ഇതിലേക്ക് കൊണ്ടുപോയി. ഈ ഒരു RRR എന്ന പ്രോഗ്രാമിൽ. ആ RRR എന്ന പ്രോഗ്രാം കൊണ്ടുപോയപ്പോ ഞാൻ അവിടെ ഇവരെയും കൊണ്ടാണ് പോയത്. അങ്ങനെ അവിടെ നിന്ന് ഞാനൊരു തിരിച്ചറിവ് ആ പ്രോഗ്രാം കണ്ടപ്പോ എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഒരു തീരുമാനം എടുത്തു. ഞാൻ ചോദിച്ചു അനിൽകുമാർ സാറിനോട്, സാറേ ഞാനൊരു 40 ആളുകളെ പങ്കെടുപ്പിച്ചാല് സാറ്, എനിക്കത് എവിടെ നിന്നാണ് കോൺഫിഡൻസ് വന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പങ്കെടുപ്പിച്ച 3 ആളുകളെ പങ്കെടുപ്പിക്കാൻ പറ്റാത്ത ആളാണ്. 3 ആളുകളെ പങ്കെടുപ്പിക്കാൻ പറ്റാത്ത ആളാണ്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ഞാൻ 40 ആളെ പങ്കെടുപ്പിച്ചാൽ എനിക്കൊരു ഡേറ്റ് സാറിനോട് വാങ്ങി തരുമോ? അപ്പൊ അനിൽകുമാർ സാർ പറഞ്ഞു, 100% നീ റെഡിയാണെങ്കിൽ ഞാൻ റെഡി. അങ്ങനെ പിറ്റേ ദിവസം അവിടുന്ന് മലയിറങ്ങുമ്പോ ഞാൻ തീരുമാനിച്ചു, എന്തായാലും എത്രയും പെട്ടെന്ന് ഒരു RRR സംഘടിപ്പിക്കണം. അപ്പൊ ആ കോൺഫിഡൻസ് എനിക്ക് വന്നു. 3 ആളുകളോട് പൈസ വാങ്ങാൻ പറ്റാത്ത ഞാൻ ഇന്ന് 40 ആളുകളാണ് അവിടുത്തെ ആ ഒരു ഹാളിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം എന്ന് പറയുന്നത്. അപ്പൊ 40 ആളുകളോട് ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ആ പൈസ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കണം, നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ മൈൻഡിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ബ്ലോക്കാണ് ഈ ബിസിനസ്സിൽ മറ്റുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റാത്തത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് ബ്ലോക്ക് മാറ്റുക. അവരുടെ അടുത്ത് പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവര് തീരുമാനിക്കട്ടെ, നമ്മൾ തീരുമാനിക്കരുത്. എല്ലാ കാര്യവും നമ്മളാ തീരുമാനിക്കുക. നമ്മുടെ ടീമിനെ പറ്റിയും
നമ്മുടെ ടീമിലുള്ള ആളുകളെ പറ്റിയും കൃത്യമായിട്ട് നമ്മളെ തീരുമാനിക്കുക. അവരുടെ അടുത്ത് അവൻ ഇങ്ങനെയാണ്, അവൻ ഇന്നലെ എന്നോട് 100 രൂപ കടം ചോദിച്ചു, അതുകൊണ്ട് 2300 ഇന്ന് എന്തായാലും ഉണ്ടാവില്ല. പക്ഷെ 100 രൂപ കടം ചോദിച്ചത് ആ സമയത്താണ്. പക്ഷെ 2300 5000 അവരുടെ കയ്യിലുണ്ട്. ചിലപ്പോൾ 100 രൂപ കടം ചോദിച്ചാൽ 500 ചില്ലറ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോ അപ്പോ ആ ഒരു രീതിയിൽ നമ്മൾ അവരെ കണ്ടു കഴിഞ്ഞാല് നമ്മുടെ കൂടെ വന്ന ആളുകളെ ഈ ബിസിനസ്സിലേക്ക് രക്ഷപ്പെടുത്തണമെന്ന് നമുക്ക് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരൊക്കെ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ പങ്കെടുപ്പിക്കണം. 100% പങ്കെടുപ്പിക്കണം. അങ്ങനെ ഞാൻ ZDC എന്ന് പറഞ്ഞ റാങ്കിലാണ് തീരുമാനം എടുത്തത്. ZDC എന്ന് പറഞ്ഞ റാങ്കിലാണ് 40 ആളുകൾ വെച്ചിട്ട് 6 എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ഞാൻ തീരുമാനം എടുത്തെങ്കിൽ ആ തീരുമാനത്തിന്റെ ഭാഗം കൊണ്ട് തന്നെയാണ് 1.5 അല്ലെങ്കിൽ ഒരു മാസവും കൊണ്ട് കൃത്യമായിട്ട് പറയുന്ന ഒരു 3 ലക്ഷത്തിന്റെ മേലെ ബിസിനസ് വോളിയം ഞാൻ മാറ്റി STC എന്ന റാങ്കിലെത്തി. അപ്പൊ ആ തീരുമാനം എവിടം വരെ എത്തുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമുക്ക് സെയില് ക്ലോസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വന്നു. ഞാൻ എന്തൊക്കെയാണെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായി. ഞാൻ എന്റെ കൂടെ വന്ന ആളുകളെ എനിക്ക് ഇങ്ങനെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റും, എന്റെ കൂടെ ലീഡേഴ്സ് എന്റെ കൂടെ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നു. എന്തൊക്കെയോ വന്നപ്പോ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. അപ്പൊ ആ കോൺഫിഡൻസ് ആണ്, ആ ഒരു വിശ്വാസമാണ് നമ്മുടെ ടീമിലേക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മൾ ഓരോരുത്തരും രക്ഷപ്പെടും. അതേപോലെ തന്നെ നമ്മുടെ കൂടെ വന്ന എല്ലാവരെയും നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും നമുക്ക് പറയാൻ പ്രയാസമാണ്. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഏറ്റെടുക്കുന്ന, അല്ലെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഏറ്റെടുക്കുന്ന ഓരോരുത്തരെയും ഇതിലൂടെ രക്ഷപ്പെടുത്താൻ പറ്റുന്നുള്ളത് യാതൊരു സംശയമില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കണക്കുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത കണക്ക് എന്ന് പറഞ്ഞാൽ, ശ്രീധരൻ സാറ് പറഞ്ഞു, ഞാൻ 9 വർഷം കൊണ്ട്, ഞാൻ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ട് 9 വർഷമായി. ഈ 9 വർഷം കൊണ്ട് ഞാൻ 1.5 കോടി രൂപ ഈ ബിസിനസ്സിലൂടെ വാങ്ങി. 1.5 കോടി രൂപ ഈ ബിസിനസ്സിലൂടെ വാങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കി, 1.5 കോടി 9 വർഷം കൊണ്ട് സാറ് വാങ്ങിയോ? അപ്പൊ ഞാൻ എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഒരു വരുമാനത്തെ കുറിച്ച്, പൈസയെ കുറിച്ച് ഞാൻ കണക്കൂട്ടി നോക്കുമ്പോ എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 വർഷം കൊണ്ടുള്ളിൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു 10-15 വർഷം കൊണ്ട് നേടിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി ഞാൻ കണക്കൂട്ടിയപ്പോ എനിക്ക് വേണ്ടത് 1 കോടി രൂപയാണ്. നമുക്കൊരു നല്ലൊരു വീടും നല്ല കാറും നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസവും ഒക്കെ, നമ്മളെ കല്യാണം, ഹോസ്പിറ്റൽ ചെലവ്, അതൊക്കെ വേറെ. അല്ലാണ്ട് ഞാൻ കണക്കൂട്ടി നോക്കുമ്പോ 1 കോടി രൂപയോളം എനിക്ക് വേണം. അപ്പൊ ഞാനത് കണക്കൂട്ടി നോക്കുമ്പോ ഞാനത് ഡെയിലി അല്ലെങ്കിൽ ഓരോ മാസവും ഞാൻ 20,000 രൂപ വെച്ച് മാറ്റി വെച്ചപ്പോ, 20,000 രൂപ വെച്ച് എനിക്ക് മാറ്റി വെക്കാൻ സാധിച്ചാൽ, 2,000 രൂപ പോലും മാറ്റി വെക്കാൻ സാധിക്കാത്ത ആളാണ്. പക്ഷെ 20,000 രൂപ ഞാൻ ഓരോ മാസവും ഞാൻ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് 2,40,000 രൂപയാണ്. ഒരു മാസം 20,000 രൂപ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ കഴിച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് 2,40,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ 40 വർഷം ഞാൻ അധ്വാനിച്ചാല് 96 ലക്ഷം രൂപയാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതും 1 കോടി തികച്ചുണ്ടാക്കാൻ പറ്റുന്നില്ല. 96 ലക്ഷം രൂപ മാത്രമേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എനിക്കിപ്പോ 40 വയസ്സായി. ഒരു 40 വർഷം കൂടെ അധ്വാനിക്കുക എന്ന് പറയുന്നത് 80 വയസ്സ് വരെ ഞാൻ അധ്വാനിച്ചാലാണ് എന്റെ അതായത് 1 കോടി രൂപ ഉണ്ടാക്കാൻ എനിക്ക് പറ്റുക. ഇതുപോലെ 20,000 രൂപ മാറ്റി വെച്ചാൽ. പക്ഷെ ഇവിടെ ശ്രീധരൻ സാർ എന്ന് പറഞ്ഞ വ്യക്തി 9 വർഷം കൊണ്ട് 1,50,00,000 രൂപ അല്ലെങ്കിൽ 1.5 കോടി രൂപ ഇതിൽ നിന്ന് ഉണ്ടാക്കിയപ്പോ, അതായത് 9 വർഷം കൊണ്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ ശ്രീധരൻ സാറ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ശ്രീധരൻ സാറിനോട് പോയി ചോദിക്കുക, ശ്രീധരൻ സാറേ, എങ്ങനെയാണ് നിങ്ങൾ ZDCയില് ഇങ്ങനെ ഓരോ റാങ്കിലും നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. സാറിന് നേടിയിട്ടുള്ള ആ വരുമാനം എനിക്ക് നേടിയെടുക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറിന്റെ അടുത്ത് വന്ന ഒരുപാട് തെറ്റുകൾ നമുക്ക് പറഞ്ഞു തരൂ. ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് 9 വർഷമായത്. കുറച്ചും കൂടെ ഈ രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ ഇത് 8 വർഷം കൊണ്ട് കിട്ടും. അതുകൊണ്ട് നീ ഇതുപോലെ ചെയ്തോ. അങ്ങനെയാണെങ്കിൽ എനിക്കത് 8 വർഷം കൊണ്ടോ 7 വർഷം കൊണ്ടോ നേടാൻ പറ്റും. അങ്ങനെ 9 വർഷം കൊണ്ട് തന്നെ നേടുകയാണെങ്കിലും എന്റെ 40 വർഷം കൊണ്ടാണ് ഞാൻ 1 കോടി എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ 1 കോടി തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെനിക്ക് 9 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ 31 വർഷം എനിക്ക് ജീവിതത്തിൽ ആസ്വദിച്ച് ജീവിക്കാനുള്ളതാണ് സമയം. പക്ഷെ ഇതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല, ഇതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല, ഇതൊന്നും നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. നമ്മൾ എന്തിന്റെയോ പുറകെ ഇങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞ് പോകുന്നേ ഉള്ളൂ. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ കൃത്യമായ ഒരു ഗോൾ ഉണ്ടാകണോ, അല്ലെങ്കിൽ നമ്മുടെ നല്ല സ്വപ്നങ്ങൾക്കനുസരിച്ച് ഗോൾ സെറ്റ് ചെയ്യണോ, അത് എത്ര വർഷം കൊണ്ട് എത്ര മാസം കൊണ്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കണം.
ആ എഴുതി വെക്കുമ്പോൾ ഓരോ ദിവസവും അതിന് വേണ്ട വരുമാനം എത്രയാണെന്ന് നമ്മൾ കണക്കുകൂട്ടി നോക്കണം. ആ കണക്കുകൂട്ടി നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവണം. അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പാണ് നമ്മളൊക്കെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. 100% നടക്കും. അപ്പൊ ആ കണക്ക് എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കുക. നിങ്ങളുടെ ഇപ്പം ചെയ്യുന്ന ഇപ്പം ഈ ബിസിനസ്സിൽ ഫുൾ ടൈമർ ആയിട്ടുള്ള ആളുകൾ ഒരുപാട് ലീഡേഴ്സ് ഇതിലുണ്ട്. അങ്ങനെയല്ല, ഒരു പുതിയ ആളുകളെ കുറിച്ച് ഞാൻ പറയാന്ന്. പുതിയ ആളുകളോട് പറയാം, നിങ്ങൾ ചെയ്യുന്ന ജോലി എവിടെയാണോ ആ ജോലി ചെയ്യുന്ന സമയത്ത് എത്ര രൂപ നിങ്ങൾക്ക് അവിടെ വരുമാനമുണ്ട്. ആ വരുമാനമുള്ള സമയത്ത് നിങ്ങൾക്ക് എത്ര രൂപ മാറ്റി വെക്കാൻ പറ്റും ഓരോ മാസവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും എനിക്ക് 20,000 രൂപയൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ ഇത് നടക്കാത്ത സ്വപ്നമായിട്ടാണ് ഞാൻ ആദ്യം ചെയ്യുന്ന മേഖലയിലൂടെയാണെങ്കിൽ നടക്കാത്ത സ്വപ്നമായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഓട്ടോയിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമാണ് ഈ 1 കോടി രൂപ ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നപ്പോ എന്റെ ഈ ആഴ്ചത്തെ വരുമാനം തന്നെ, കഴിഞ്ഞ ആഴ്ചത്തെ വരുമാനം തന്നെ 27,000-ഓളം രൂപയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് നടക്കല്ലേ. അതേപോലെ തന്നെ പെർഫോമൻസ് ബോണസ്, ലോയൽറ്റി ബോണസ് പിന്നെ ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ എക്സ്ട്രാ ഇൻകങ്ങളാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ ബിസിനസ്സിനെ സ്നേഹിച്ചേ പറ്റൂ. നിങ്ങൾ ഈ ബിസിനസ്സിനെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ്സിനെ അത്ര കണ്ട് ഈ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനും അവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമുക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ ബിസിനസ്സിലൂടെ പറ്റും. അതിനാദ്യം വേണ്ടത് നമ്മുടെ വീട്ടില് പോസിറ്റീവാക്കി മാറ്റുക എന്നുള്ളതാണ്. വീടിനെ പോസിറ്റീവാക്കി മാറ്റണമെങ്കിൽ വീട്ടിൽ നമ്മൾ ഹോം മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും നടത്തണം. അപ്പം വീട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലാവണം നമ്മൾ എന്തിനാ പോകുന്നത്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇത് ആരൊക്കെയാണ് ഇതിലുള്ളത്, ഏത് കാറ്റഗറിപ്പെട്ട ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്, അവരൊക്കെ എങ്ങനെയാണ്. ഈ ബിസിനസ്സിലൂടെ ഇവരൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളുകളെ വെച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുണ്ടാക്കിയ നേട്ടങ്ങൾ എന്റെ വീട്ടുകാർക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് നിർബന്ധമായിട്ടും വീടുകളിൽ ഹോം മീറ്റിംഗ് വെക്കണം. ഹോം മീറ്റിംഗ് അനിവാര്യമാണ്. അപ്പൊ വീടുകളിൽ ഹോം മീറ്റിംഗ് വെച്ചിട്ട് വീടിനെ പോസിറ്റീവാക്കി എടുക്കണം. വീട്ടുകാരെ, ഫാമിലിയെ പ്രോഗ്രാമിലേക്ക് എത്തിക്കണം. അവരെ ഈ ബിസിനസ്സിലൂടെ ചെയ്യുന്ന ആളുകളെ ഈ വലിയ വലിയ പ്രോഗ്രാമിൽ എത്തിക്കുമ്പോഴാണ് അവിടെ വലിയ വലിയ ആളുകളൊക്കെ ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയ നേട്ടങ്ങളെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയാ. അപ്പൊ അവർക്ക് അത് മനസ്സിലാവണമെങ്കിൽ അവരെ പ്രോഗ്രാമിൽ എത്തിക്കുക. അങ്ങനെ അവരൊക്കെ പ്രോഗ്രാമിൽ എത്തുന്ന സമയത്ത് നമ്മുടെ വീട് 100% പോസിറ്റീവ് ആവും. പിന്നെ നമ്മൾ ലേറ്റ് ആയാലും നമ്മൾ എവിടെ പോയാലും എപ്പോ പോയാലും പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഫാമിലിയെ പോസിറ്റീവ് ആക്കിയാൽ, ഫാമിലി സപ്പോർട്ടോട് കൂടി ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ് മൈ ലൈഫ് സ്റ്റൈല്. അതുകൊണ്ട് അവരെ അത് നിർബന്ധമായിട്ടും ആ ഒരു രീതിയിലേക്ക് ചെയ്യുക. നമ്മുടെ കൂടെ വന്ന ആളുകളെ ചേർത്ത് പിടിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ഈ ബിസിനസ്സിലൂടെ അവരെ വലിയ വിജയങ്ങൾ ഉണ്ടായിക്കോട്ടെ. ഇന്ന് ഞാൻ ബിബി സാറിന് ഏതൊരു ഞാൻ എനിക്കൊന്ന് ഒരു 10-15 പ്രാവശ്യം ബിബീഷ് എന്ന പേര് പറഞ്ഞു അല്ലേ, പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെയൊക്കെ പേരുകള് നമ്മുടെ ഈ എന്താ പറയാ ഈ സമൂഹത്തിൽ ഇങ്ങനെ അലയടിക്കണമെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അവരെ നമ്മൾ ഈ ബിസിനസ്സിലൂടെ കൊണ്ടുവന്ന് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ട. അവർക്ക് 1,000 രൂപ വാങ്ങിക്കൊടുക്കുമ്പോൾ നമുക്കും കിട്ടും 1000 രൂപ. അവർക്ക് 12% ആണെങ്കിൽ നമുക്കും കിട്ടുന്നത് 12% തന്നെയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അവരെ ജീവിതത്തിൽ രക്ഷപ്പെടുത്തി കൊടുക്കുമ്പോൾ നമുക്കും കിട്ടും വരുമാനം. നമ്മൾ വെറുതെ അല്ല അവരെ രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ അവരെ രക്ഷപ്പെടുത്തുമ്പോൾ അവർ എന്നും നമ്മളെ ഓർമ്മിക്കുന്ന ഒരാളുകളായി മാറും. ജീവിതത്തിൽ നമ്മൾ ഇല്ലാതായി പോയാലും നമ്മുടെ ഈ മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ഇന്നും ഓർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ്, അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ്. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരുടെയും മനസ്സുകളിൽ നമ്മൾ എന്നും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറും. അങ്ങനെ നമ്മളൊക്കെ ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കാനും നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും, ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഇന്നലെ വരെ നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരു മുറിയിൽ പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിയെ തുറക്കുക. ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ ടീമിലൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാക്കാനും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വേറെ ഉണ്ടോ എന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് പറയാ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. ലോകത്ത് ഇതുപോലെ ജീവിതത്തിൽ സക്സസ് ആയ ആളുകള് ഡയറക്ട് സെല്ലിങ്ങിലൂടെ മാത്രമാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഈ ബിസിനസ്സിലൂടെ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് കോടികളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മൈ ലൈഫ് സ്റ്റൈലിലൂടെ മാത്രമേ നടക്കൂ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ ബിസിനസ്സിനെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക. ഈ ബിസിനസ്സിന് വേണ്ട കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുക. ഈ ബിസിനസ്സിനെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക. ഈ കോൺഫിഡൻസ്, ഞാൻ ഇതിൽ വന്നത് രക്ഷപ്പെടാനാണ്, ഞാൻ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടിരിക്കും, അതുകൊണ്ട്
എന്റെ കൂടെ വന്ന ആളുകളെ രക്ഷപ്പെടുത്തേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം എന്റേതാണ്. നമ്മള് ഒരു എന്താ പറയാ, മറ്റുള്ള ആളുകളുടെ മേല് പൈസ തരാതെ എന്റെ കൂടെ വന്ന ആളുകൾ, എന്റെ ടീമിൽ വന്ന ആളുകൾ, ഇല്ല ഞാൻ കൊണ്ടുവന്ന ആളുകൾ, അത് എന്റെ ടീമാണ്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്റേതാണ്. അല്ലാണ്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തത് കൊണ്ട് ബാക്കിയൊക്കെ എന്റെ ലീഡേഴ്സ് ചെയ്യട്ടെ, അങ്ങനെ ചെയ്യരുത്. ഇത് ഞാൻ ചെയ്യുന്നത്, എന്റെ ടീം എന്റെ കൂടെ നിലനിൽക്കുന്നത്. എനിക്കിന്ന് 40 ആളുകൾ വെച്ചൊരു RRR എന്ന പ്രോഗ്രാം 2300 രൂപ വെച്ച് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണത്. അപ്പൊ ആ പ്രോഗ്രാമില് ഇത്രയും ആളുകളെ എനിക്ക് പങ്കെടുപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനും ടീമുമായിട്ടുള്ള ബന്ധം നമ്മൾ ഡെയിലി എങ്ങനെയായാലും നമ്മളെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ വിളിക്കണം. എല്ലാവരും ഒന്ന് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോകണം. അവരുടെ വീട്ടിൽ പോയി ഒരു ചായ കുടിക്കണം, ഒന്ന് ഭക്ഷണം കഴിക്കണം. അതൊക്കെ ഒരു രസമാണ്. അതൊക്കെ ഒരു എന്താ പറയാ, ഒരു ഇന്റിമസി കൂട്ടാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി അതൊക്കെ. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നമ്മുടെ ടീം തയ്യാറാവും. അങ്ങനെ വലിയ ടീമിനെയൊക്കെ ഉണ്ടാക്കി വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി ജീവിതത്തിൽ വലിയ സക്സസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഈ പ്രോഗ്രാം കേട്ട എല്ലാവരും ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്ത് ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി വലിയ വലിയ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കി ജീവിതത്തിൽ ഓരോരുത്തർക്കും സക്സസ് ആവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്